السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്താണ് ഇസ്ലാം എന്ന തലക്കെട്ടിനു കീഴിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളും ചിന്താധാരകളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഉണ്ട്. പലതരം ആദർശങ്ങൾ പറയുന്ന, അവനവന്റെ ആദർശമാണ് ശരിയെന്ന് വാദിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ, അനേകം വിഭാഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടേത്. മതമുള്ളവരും മതമില്ലാത്തവരും ഇല്ല, അങ്ങനെ ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് പറയുന്ന ആളുകളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, അവർ ചിലപ്പോൾ പറയും മതം തന്നെ വേണ്ടതില്ല, മതമാണ് പ്രശ്നങ്ങൾക്ക് കാരണം, മതമാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് മതമാണ് എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട്. സഹോദരങ്ങളെ, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ, എന്തിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മതം ആവശ്യമായി വരുന്നത്? എന്തുകൊണ്ടാണ് മതം വേണമെന്ന് ആളുകളിൽ ചിലർ പറയുന്നത്? എന്തിനാണ് മതത്തിന്റെ ആവശ്യം? തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ഒരു മനുഷ്യനായി കഴിയാൻ ഒരു മതത്തിന്റെയും ആവശ്യമില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം ചിന്തിക്കാറുണ്ടോ എങ്ങനെ നമുക്ക് നന്മകളെയും തിന്മകളെയും വേർതിരിച്ചറിയാൻ സാധിക്കും? എങ്ങനെയാണ് ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ്? നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് ഇതാ ഈ രൂപത്തിലാണ്. ഒരാൾ ചീത്ത മനുഷ്യനായി തീരുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ്.
എന്ന് പറയാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആളുകളിൽ ചിലർ പറയും, മനുഷ്യന്റെ ബുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നന്മകളും തിന്മകളും മനസ്സിലാക്കിക്കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ബുദ്ധി കൊണ്ട് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കുമോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഉദാഹരണത്തിന്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിൽ പട്ടിണിയുണ്ട്, അവന്റെ വീട്ടിൽ പ്രയാസങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്. എവിടെയെങ്കിലും ജോലി ലഭിക്കണമെങ്കിൽ, ഏതെങ്കിലും കമ്പനിയിൽ ജോലി ലഭിക്കണമെങ്കിൽ അവനൊരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. അവന്റെ ബുദ്ധി അവനോട് പറയുന്നത്, നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ, നിനക്കൊരു നേരെ നിൽക്കാനുള്ള ജോലിയില്ലെങ്കിൽ നീ പ്രയാസപ്പെടും. അതുകൊണ്ടൊരു ജോലി ലഭിക്കണം. ജോലി നേടാൻ നിനക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് നീ ശരിയായ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും, ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ജോലി നീ നേടിയെടുത്താലും 2-3 മാസങ്ങളെങ്കിലും നിനക്കൊരു ജോലി കണ്ടെത്താൻ സാധിക്കും. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ബുദ്ധി മനുഷ്യനോട് പറയുന്നത് അവന്റെ കയ്യിൽ ലഭ്യമായ ഏറ്റവും നല്ല വഴി ഏതാണോ അത് സ്വീകരിക്കാനാണ്, എളുപ്പമുള്ള വഴി സ്വീകരിക്കാനാണ്. ആലോചിച്ചു നോക്കൂ, എല്ലായിടത്തും സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങളാണോ ഉണ്ടാവുക? അതല്ല, എല്ലാ സന്ദർഭത്തിലും സത്യം പറഞ്ഞാൽ എപ്പോഴും എളുപ്പങ്ങളാണോ ലഭിക്കുക? ജീവിതം ജീവിച്ചു തീർത്തവർക്കറിയാം, സത്യം പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സത്യം പറയുന്നത് കൊണ്ട് പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ കുട്ടികൾ, നിങ്ങൾ കണ്ടിട്ടില്ലേ, രക്ഷിതാവിന്റെ ചീത്ത കേൾക്കുമെന്ന് ഭയന്നാൽ പിതാവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് പേടിച്ചാൽ അവൻ ചിലപ്പോൾ കളവ് പറയും. കാരണം ആ കുട്ടിയുടെ ബുദ്ധി അവനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇപ്പോൾ കളവ് പറഞ്ഞാൽ ഈ പ്രയാസത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്നതാണ്. മനുഷ്യരുടെ ബുദ്ധി നന്മയായി കാണുന്ന പലതും യഥാർത്ഥത്തിൽ നന്മയായി കൊള്ളണമെന്നില്ല. മനുഷ്യരുടെ ബുദ്ധി തിന്മയായി പറയുന്ന പലതും യഥാർത്ഥത്തിൽ തിന്മയായി കൊള്ളണമെന്നില്ല. ബുദ്ധി കൊണ്ട് മനുഷ്യന് നന്മകളെയും തിന്മകളെയും വേർതിരിച്ചു പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, എന്തെല്ലാം വലിയ അതിക്രമങ്ങൾ ചെയ്യുന്നവർ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കവരുന്നവർ, ആളുകളെ തട്ടിപ്പിനിരയാക്കുന്നവർ, അതിന് ന്യായമായി അവരുടെ പ്രവർത്തികൾക്കുള്ള ന്യായവാദമായി പറയാറുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ്. അവരുടെ ബുദ്ധി അവരോട് പറഞ്ഞത്. അതുകൊണ്ട് സഹോദര, നമ്മുടെ ബുദ്ധി എടുത്തുകൊണ്ട് മാത്രം ഇന്നതാണ് നന്മയെന്നോ ഇന്നതാണ് തിന്മയെന്നോ പറയാൻ സാധിക്കുകയില്ല. ബുദ്ധി നമ്മോട് ആദ്യമായി പറയുന്നത്, നിനക്ക് പ്രയോജനമുണ്ടോ നീ ചെയ്തുകൊള്ളൂ എന്ന്. നിനക്ക് പ്രയാസമുണ്ടോ എങ്കിൽ ചെയ്യേണ്ട എന്ന്. അതാണ് ബുദ്ധി നമ്മളോട് പറയുന്നത്. പക്ഷേ എനിക്ക് നന്മയാകുന്ന കാര്യം, എനിക്ക് പ്രയോജനമാകുന്ന കാര്യം ചിലപ്പോൾ എന്റെ അയൽവാസിക്ക് പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പോൾ എന്റെ കുടുംബത്തിന് പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും, എന്റെ മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി അതുകൊണ്ട് മാത്രം നന്മകളെയും തിന്മകളെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ബുദ്ധി കൊണ്ട് മാത്രം നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എങ്കിൽ മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞനാകുമായിരുന്നു. എന്നാൽ വലിയ ബുദ്ധിയുണ്ടായിരുന്ന അതേ ശാസ്ത്രജ്ഞന്മാർ, അതേ ബുദ്ധിജീവികൾ, അവരുടെ കൈകളിൽ നിന്നാണ്
ജനലക്ഷങ്ങൾ മരിച്ചു വീഴാൻ കാരണമായ ആറ്റം ബോംബുകൾ നിർമ്മിക്കപ്പെട്ടത്. അവരുടെ ബുദ്ധി അവർക്ക് നന്മതിന്മകൾ മനസ്സിലാക്കാൻ സഹായിക്കുമായിരുന്നു എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരെ നശിപ്പിക്കാൻ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയാൻ കഴിയുന്ന വലിയ വലിയ ആയുധങ്ങൾ സംഭരിക്കാൻ, ആയുധങ്ങൾ നിർമ്മിക്കാൻ എങ്ങനെയാണ് ആ ബുദ്ധി അവരോട് പറഞ്ഞത്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. മനുഷ്യരെ, നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, ചില കാര്യങ്ങൾ നല്ലതാണ് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് പ്രയാസകരമായിരിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, അതല്ലെങ്കിൽ മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ കഴിയില്ല. ചില ആളുകൾ പറയുന്നു ശാസ്ത്രം പറയുന്നതാണ് അവസാനത്തെ വാക്ക്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഈ കാലഘട്ടത്തിലെ യുക്തിവാദികൾ, മതനിഷേധികൾ, അവരുടെ വാദങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രമാണ് അവസാന വാക്ക്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ശാസ്ത്രത്തിന്റെ ലബോറട്ടറിയിൽ കൊണ്ടുപോയി നോക്കിയാൽ മോഷ്ടിച്ചെടുത്ത ഒരു പാത്രത്തിലെ ഭക്ഷണവും അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പാത്രത്തിലെ ഭക്ഷണവും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല. ശാസ്ത്രത്തിന്റെ ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ ഒരാൾ കട്ടെടുത്ത സമ്പത്തും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. എല്ലാത്തിലും പ്രോട്ടീനുണ്ട്, എല്ലാത്തിലും ഉപകാരപ്രദമായ വൈറ്റമിൻസുകളുണ്ട്, എല്ലാമുണ്ട്. മോഷ്ടിച്ചെടുത്ത സമ്പത്ത് മോശമാകുന്നത് എങ്ങനെയാണ്? അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അത് മേന്മയുള്ളതാകുന്നത് എങ്ങനെയാണ്? ശാസ്ത്രം സംസാരിക്കുന്നത് പദാർത്ഥങ്ങളെ കുറിച്ചാണ്. ലബോറട്ടറിയിൽ പരിശോധിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ കുറിച്ചാണ് ശാസ്ത്രത്തിന് സംസാരിക്കാൻ കഴിയുന്നത്. എന്നാൽ സ്നേഹം എന്താണ്? വെറുപ്പ് എന്താണ്? നന്മ എന്താണ്? തിന്മ എന്താണ്? ശരി ഏതാണ്? തെറ്റേതാണ്? അതിനെക്കുറിച്ചൊരു വാക്കു പറയാൻ ശാസ്ത്രത്തിന് സാധിക്കുകയില്ല. അതിനാകെ പറയാൻ കഴിയുന്നത് പദാർത്ഥ ലോകത്തിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ഇതാ മനുഷ്യ സമൂഹത്തിലെ വലിയ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞ് ആവേശത്തോടുകൂടി കൊണ്ടുവന്ന കാര്യമാണ് പരിണാമ സിദ്ധാന്തം എന്നത്. പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നവർ മനുഷ്യർ പല ജീവികളിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനായി വന്നെത്തിയത് എന്ന് പറഞ്ഞവർ, കുരങ്ങനിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് വാദിച്ച ആളുകൾ, അവർ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും കാലം മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് ഓരോ ജീവിവർഗങ്ങളിലും ഏറ്റവും മേന്മയുള്ളവർ മാത്രമാണ് ബാക്കിയാവുക. അവരതിനെ കുറിച്ച് പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും കഴിവുള്ളവർ, ഏറ്റവും മേന്മയുള്ളവർ, ഏറ്റവും ശേഷിയുള്ളവർ അവർ മാത്രമാണ് ബാക്കിയാവുക. മറ്റുള്ളവർ പരിണാമത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് വംശനാശം സംഭവിക്കുന്നതാണ്. പരിണാമ സിദ്ധാന്തം ഈ പറഞ്ഞ ആദർശം മുന്നിലേക്ക് വെച്ചു. ശാസ്ത്രത്തിന്റെ വലിയ കണ്ടുപിടുത്തമായി പുറത്തേക്ക് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ആ വാദത്തിന്റെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിലും ഇതുപോലെ പരിണാമം മുന്നോട്ടു പോകുമ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട്. ജർമ്മനിയിൽ ഈ പറഞ്ഞ പരിണാമ സിദ്ധാന്തം മുന്നിൽ വെച്ചുകൊണ്ട്
ഈ പറഞ്ഞ തിയറികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇതാ നാട്ടിലുള്ള വികലാംഗർ, മാനസിക വൈകല്യമുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, ഇവരെ നമ്മുടെ നാട്ടിൽ ബാക്കി നിർത്തിയാൽ അടുത്ത ഒരു തലമുറ വൈകല്യങ്ങളോടുകൂടി ജനിക്കും. അതുകൊണ്ട് നമ്മൾക്ക് പരിണാമം നടക്കണമെങ്കിൽ മനുഷ്യർ അവർ മേന്മകളുള്ളവരായി വളരണമെങ്കിൽ വികലാംഗരെ കൊന്നൊടുക്കണം, മാനസിക രോഗമുള്ളവരെ കൊന്നൊടുക്കണം. ശാസ്ത്രം മുന്നോട്ട് വെച്ച നന്മയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ശാസ്ത്രം പറഞ്ഞതാണ്. ഇന്നും ആ ചിന്തകൾ പേറുന്ന ആളുകളുണ്ട്. മനുഷ്യരിൽ ചില വർഗങ്ങൾ, വെളുത്തവർ, അവർ മാത്രമാണ് ബാക്കി വെക്കപ്പെടേണ്ടത്. കറുത്തവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവരെ ഉന്മൂലനം ചെയ്താലല്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് വാദിക്കുന്നവർ അവരുടെ വാദങ്ങൾക്ക് പിൻബലമായി പറയുന്നത് ശാസ്ത്രമാണ്. മനുഷ്യരെ നന്മതിന്മകൾ പഠിപ്പിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുകയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഏറ്റവും വലിയ നന്മ ചെയ്യുന്നവർ, ഏറ്റവും വലിയ സൽക്കർമ്മികൾ ശാസ്ത്രജ്ഞന്മാരാകുമായിരുന്നു. അങ്ങനെയായിട്ടില്ല. മനുഷ്യരുടെ നന്മകളെയും തിന്മകളെയും വേർതിരിക്കാൻ ചില ആളുകൾ പറയും, ഒരു സമൂഹം നന്മയായി കാണുന്നത്, നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ നന്മയായി കാണുന്നത്, അതാണ് നന്മ. ബഹുഭൂരിപക്ഷത്തിന്റെ തീരുമാനം എന്താണോ അതാണ് നന്മ. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. അവർ പറയും, നന്മകൾ തിരിച്ചറിയാൻ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അവർ നന്മയായി കാണുന്നതെല്ലാം നന്മയാണ്, അവർ തിന്മയായി കാണുന്നതെല്ലാം തിന്മയാണ്. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. ചിന്തിച്ചു നോക്കൂ ജനങ്ങളെ, മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ഒരു കാര്യം നന്മയാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം നന്മയാകുമായിരുന്നു എങ്കിൽ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വംശീയമായ ഉന്മൂലനങ്ങൾ, മനുഷ്യരെ ഒന്നടങ്കം കൊന്നൊടുക്കിയ അനേകം ഭരണകൂടങ്ങൾ, അവരുടെ പ്രവർത്തികൾ നന്മയാകുമായിരുന്നു. ജർമ്മനിയിൽ അനേകം മനുഷ്യരെ കൊന്നൊടുക്കിയവർ ആ ഉന്മൂലനത്തിന്, മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്നതിന് അവരുടെ ന്യായവിധ ഞങ്ങളുടെ നാട്ടിലുള്ളവർ കണ്ടെത്തിയ, ഞങ്ങളുടെ നാട്ടിലുള്ളവർ പിന്തുണക്കുന്ന ആദർശമാണ് ഇത് എന്നതായിരുന്നു. ബഹുഭൂരിപക്ഷം പേർ പറയുന്നത് നന്മയാകുമായിരുന്നെങ്കിൽ, ജനങ്ങളിൽ വലിയൊരു വിഭാഗം പറയുന്നതെല്ലാം നന്മയാകുമായിരുന്നു എങ്കിൽ, അതായിരുന്നു നന്മയുടെ മാനദണ്ഡമെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വളരെ ലളിതമായി യാഥാർത്ഥ്യം മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വഇൻ തുതിഅ അക്തറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ അങ്ങ് പിൻപറ്റിയിരുന്നു എങ്കിൽ, അവർ പറയുന്നത് അങ്ങ് സ്വീകരിച്ചിരുന്നു എങ്കിൽ, യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, ശരിയുടെ വഴിയിൽ നിന്ന്, ധർമ്മത്തിന്റെ വഴിയിൽ നിന്ന്, നന്മയുടെ മാർഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലെ അവർ അങ്ങയെ തെറ്റിച്ചു കളയുമായിരുന്നു. ബഹുഭൂരിപക്ഷം പറയുന്നത് നന്മയായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, നന്മ തിന്മകളെ വേർതിരിച്ചു മനസ്സിലാക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് മതം അനിവാര്യമാണ്. മതത്തിന്റെ ശാസനകളില്ലാതെ, മതം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളില്ലാതെ നിനക്ക് നല്ല ഒരു മനുഷ്യനാകാൻ സാധിക്കുകയില്ല. നിനക്ക് ഒരു മോശം മനുഷ്യനാകാതിരിക്കണമോ? നിന്റെ മക്കളോട് നല്ല ഒരു പിതാവാകണമോ? നിന്റെ ഭാര്യയോട് നല്ല ഒരു ഭർത്താവാകണമോ? നിന്റെ നാട്ടുകാർക്ക് ഒരു നല്ല സഹോദരനായി മാറാൻ സാധിക്കണമോ? ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രവർത്തനം ചെയ്യണമെന്നുണ്ടോ? മരിക്കുമ്പോൾ സമാധാനത്തോടുകൂടി മരിക്കാൻ ആഗ്രഹമുണ്ടോ? നല്ല ഒരാളാകണമോ? മതം നിനക്ക് അനിവാര്യമാണ്. മതമില്ലാതെ മനുഷ്യർക്ക് നന്നാകാൻ കഴിയില്ല. ഇന്ന് ആളുകൾ പറയുന്നു, മതം വേണ്ട, മനുഷ്യനായാൽ മതി. ഇല്ല, മതമില്ലാതെയാകുമ്പോഴാണ് മനുഷ്യർ മൃഗങ്ങളായി തീരുന്നത്, അതല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായി തീരുന്നത്.
നോക്കൂ നിങ്ങൾ, കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, കാലങ്ങൾ അധികമൊന്നും വേണ്ടതില്ലല്ലോ, ചരിത്രം കുറച്ച് മുന്നോട്ടൊന്ന് മറിച്ചു നോക്കുമ്പോൾ റഷ്യയിൽ, സോവിയറ്റ് റഷ്യയിൽ മതമില്ലാത്ത ഭരണകൂടം ഉടലെടുത്തു. ഞങ്ങളിതാ ദൈവത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു ചിലർ വീമ്പ് പറഞ്ഞത്. ഞങ്ങളിതാ മതത്തിന്റെ അവസാന വേരുകൾ പിഴുതെറിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതാ ഭൂമിയിൽ ഞങ്ങൾ സ്വർഗം സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് അവർ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്. അങ്ങനെ സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ പിടിമുറുക്കിയതിനു ശേഷം ചരിത്രം നിങ്ങൾ വായിക്കുക. മനുഷ്യരുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത കൂട്ടക്കുരുതികൾക്ക്, മനുഷ്യരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട് എങ്കിൽ സോവിയറ്റ് റഷ്യയിൽ നടന്നതിന് സമാനമായ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു നൽകാൻ സാധിക്കുകയില്ല. മതമില്ലാതെയായ സമൂഹത്തിന്റെ അവസ്ഥയായിരുന്നു അത്. മതമില്ലാതെ മനുഷ്യനാകാൻ ശ്രമിച്ചവർ കോടിക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മുകളിൽ അവരുടെ സിംഹാസനങ്ങൾ ഇട്ടിരുന്ന്, രാജകൊട്ടാരങ്ങളിൽ ഇരുന്ന് സുഖിച്ച് ആർമാദിച്ച് മരിച്ചുപോയി. ആരുണ്ടായി ചോദിക്കാൻ? മതങ്ങളില്ലാതെയാകുമ്പോൾ സ്വർഗം പൂത്തുലയുമെന്ന് പറഞ്ഞവർ, അവർ ഭൂമിയിൽ ഉണ്ടാക്കി കൊടുത്തത് നരകസമാനമായ ജീവിതമായിരുന്നു. പട്ടിണിയും പരിവട്ടങ്ങളും ദാരിദ്ര്യവും കൂത്തരങ്ങു വാങ്ങിയ, അങ്ങനെ മനുഷ്യർ പ്രയാസങ്ങളുടെ അങ്ങേയറ്റം അനുഭവിച്ചറിഞ്ഞൊരു കാലഘട്ടം മനുഷ്യരുടെ ചരിത്രത്തിൽ പറയില്ല. മനുഷ്യരുടെ ചരിത്രത്തിൽ പറയില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക നിങ്ങൾ. മതം മാറ്റിവെച്ചാൽ മനുഷ്യനാകാമെന്ന് പറഞ്ഞവർ, മതം മാറ്റിവെച്ചാൽ സ്വർഗമുണ്ടാകുമെന്ന് പറഞ്ഞവർ വലിയ കാലഘട്ടം പിന്നിലേക്ക് പോകേണ്ടതില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ വായിച്ച ചരിത്രമാണിത്. സോവിയറ്റ് റഷ്യ മതം മാറ്റിവെച്ച സ്വർഗത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യനാകണോ, നല്ല മനുഷ്യനാകണോ, വിജയിച്ച ഒരു മനുഷ്യനാകണോ, നീ നന്മകൾ പ്രവർത്തിക്കണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം. നന്മ ഏതാണെന്ന് നിനക്ക് മനസ്സിലാക്കണമോ, തിന്മ ഏതാണെന്ന് നിനക്ക് മനസ്സിലാക്കണമോ, നിനക്ക് മതം അനിവാര്യമാണ്. മതമില്ലാതെ അത് സാധിക്കുകയില്ല. എന്താണ് മതമെന്ന് പറഞ്ഞാൽ? മതമെന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ്, നിന്നെ പടച്ചവൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, സർവചരാചരങ്ങളെയും പടച്ചവൻ, അവൻ നിനക്ക് നൽകുന്ന ജീവിത നിർദ്ദേശങ്ങളാണ് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മതം. മതം എന്ന് പറഞ്ഞാൽ അതാണ്. മതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാ, ഇന്നതെല്ലാം നന്മകളാണ്, നീ ഇത് പ്രവർത്തിക്കണം. ഇന്നതെല്ലാം തിന്മകളാണ്, അത് നീ ഉപേക്ഷിക്കണം. നന്മകൾ പ്രവർത്തിച്ചാൽ നിനക്ക് ഇന്ന പ്രതിഫലങ്ങളുണ്ട്, തിന്മകൾ പ്രവർത്തിച്ചാൽ നിനക്ക് ഇന്ന ശിക്ഷകൾ വരാനുണ്ട്. ഈ പറയുന്ന ആദർശത്തിനാണ് മതം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബ്, അവനാണ് മതനിയമങ്ങൾ നിശ്ചയിക്കേണ്ടത്, മനുഷ്യനല്ല മതം പറയേണ്ടത്. നന്മ ഏതാണെന്ന് പറയാൻ മനുഷ്യന്റെ വാക്കുകൾ മതിയാവുകയില്ല. മറിച്ച് നിന്നെ സൃഷ്ടിച്ച, നിന്റെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്ന, നിനക്ക് ചെയ്യാൻ ശേഷിയുള്ളത് എന്താണ്, നിനക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്താണ്, മനുഷ്യന് ഏറ്റവും നന്മയായി തീരുന്ന കാര്യം എന്താണ് എന്ന് അവനേക്കാൾ അറിവുള്ളത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ്. സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, സാധനം, ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം, ആരാണത് തീരുമാനിക്കുന്നത്? അതുണ്ടാക്കിയവനാണ്. ഇങ്ങനെ ഉപയോഗിക്കണം, ഇത്ര കറണ്ട് വേണം, ഇത്ര സമയം ഉപയോഗിക്കണം, ഇതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. യൂസർ മാനുവൽ എന്ന് പറയും. യൂസർ മാനുവൽ ഉണ്ടാക്കേണ്ടത് ആരാണ്? അതുണ്ടാക്കിയവനാണ്. അവനാണ് അതിനെ കുറിച്ച് അറിയുക. മനുഷ്യരെ നിർമ്മിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്. മനുഷ്യർ, ഏതൊരു മനുഷ്യനോട് ചോദിച്ചു നോക്കുക, അവനറിയാം ആകാശഭൂമികളെ പടച്ച ഏകനായ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണ് നിനക്ക് നന്മകൾ ഏതാണ്, തിന്മകൾ ഏതാണെന്ന് പഠിപ്പിച്ചു നൽകേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്,
അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, മനുഷ്യരെ പടച്ചവൻ അവൻ അറിയുകയില്ലേ? അവൻ മനസ്സിലാക്കുകയില്ലേ? അവന് അറിവില്ലേ നിനക്ക് എന്താണ് പറഞ്ഞു നൽകേണ്ടത് എന്ന്, നിന്നെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന്, നിന്റെ നന്മ ഏതിലാണ് ഉള്ളത് എന്ന്? ആകാശഭൂമികളെ സൃഷ്ടിച്ച നിന്നെ പടച്ച നിന്റെ റബ്ബിന് അറിയുകയില്ലേ? അതുകൊണ്ട് സഹോദര, നിനക്ക് നന്മകൾ പറഞ്ഞു നൽകേണ്ടത്, തിന്മകളിൽ നിന്ന് നിന്നെ വേർതിരിച്ചു നിർത്തേണ്ടത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ നിന്നെ പടച്ചവനായ നിന്റെ റബ്ബൻ, നിന്റെ രക്ഷിതാവൻ, നിന്റെ സൃഷ്ടാവൻ, നിന്നെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അവൻ അവതരിപ്പിച്ച നിയമങ്ങൾക്കാണ് മതം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് എന്താണ്? ഇസ്ലാം എന്നതാണ്. പല ആളുകളും ധാരാളമായി കേട്ടുപരിചയിച്ച പദമാണ് ഇസ്ലാം എന്നത്. മുസ്ലിമീങ്ങൾക്ക് ആ പദത്തെക്കുറിച്ച് ധാരണയുണ്ട്. മുസ്ലിം അല്ലാത്ത ആളുകൾ ആ പദം ധാരാളമായി കേൾക്കാറുണ്ട്. ഇസ്ലാം എന്ന പദം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്നാൽ അനേകം മതങ്ങൾക്കിടയിൽ എണ്ണപ്പെടാവുന്ന ഒരു മതമല്ല, ഒരു കേവലമായ ഒരു മതമല്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള മതങ്ങളെ എടുത്തു നോക്കിയാൽ ആ മതങ്ങൾക്കുള്ള പേരുകളിൽ, ആ പേരുകളിൽ വരെ ഇസ്ലാം എന്ന പേരും മറ്റു മതങ്ങൾക്ക് നൽകപ്പെട്ട പേരുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നോക്കൂ നിങ്ങൾ, യഹൂദമതം, ജൂതമതം. യഹൂദമതം എന്ന് പറഞ്ഞാൽ ഒരു വർഗവുമായി ബന്ധപ്പെട്ടതാണ്, യഹൂദർക്കുള്ളതാണ്. അത് യഹൂദരിലേക്ക് ചേർക്കപ്പെട്ടതാണ്, ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതാണ്. ക്രൈസ്തവ മതം ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ടതാണ്, അത് ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെട്ടതാണ്. സംസ്കാരങ്ങളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് മതങ്ങൾക്ക് പേര് പറയാറുണ്ട്. ജൈന മതത്തെക്കുറിച്ച്, ബുദ്ധമതത്തെക്കുറിച്ച്, ഹിന്ദു മതത്തെക്കുറിച്ച്, സിന്ധു നദീതടത്ത് ജീവിച്ചിരുന്ന ആളുകൾ, ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടവർ, അവരെയാണ് സിന്ധുക്കൾ എന്ന് വിളിച്ചത്. പിന്നീട് ഹൈന്ദവർ ഹിന്ദുക്കൾ എന്ന് വിളിച്ചത് അവരെയാണ്. നോക്കൂ നിങ്ങൾ, സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരാണ്. എന്നാൽ ഇസ്ലാം എന്ന പേര് അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല, അത് ഏതെങ്കിലും ഒരു നാടുമായി ബന്ധപ്പെട്ടതല്ല, അറബികൾക്ക് മാത്രമായി ബന്ധപ്പെട്ടതല്ല, അതല്ലെങ്കിൽ അനറബികൾക്ക് മാത്രമായി ബന്ധപ്പെട്ടതല്ല, ഏതെങ്കിലും രാജ്യത്തിൻ്റെതല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെട്ടതല്ല. മുഹമ്മദിന്റെ മതം അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ പേരിൽ തന്നെ അത് വ്യതിരിക്തമാണ്, അത് വേറിട്ട് നിൽക്കുന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. സമർപ്പിക്കുക. ആർക്ക് സമർപ്പിക്കുക? നിന്നെ സൃഷ്ടിച്ച നിന്റെ സ്രഷ്ടാവിന് നീ നിന്നെ സമർപ്പിക്കുന്നതിനുള്ള പേരാണ് ഇസ്ലാം. ആ പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്, സമർപ്പണം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയുക നബിയേ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയേ, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, വനുസുകി, എന്റെ ബലികർമ്മങ്ങൾ, ഞാൻ എന്തെല്ലാം ആരാധനകൾ ചെയ്യുന്നുണ്ടോ അവയെല്ലാം, എന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകളും എന്റെ ആരാധനകളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ. നോക്കൂ നിങ്ങൾ, ലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്നാണോ? മുസ്ലിമീങ്ങളുടെ റബ്ബ് എന്നാണോ? മുസ്ലിമീങ്ങളുടെ സൃഷ്ടാവ് എന്നാണോ? അല്ല. മുസ്ലിമീങ്ങളുടെ സൃഷ്ടാവ് എന്നല്ല. അറബികളുടെ സൃഷ്ടാവ് എന്നാണോ? അല്ല. മനുഷ്യരുടെ മാത്രം സൃഷ്ടാവ് എന്നാണോ? അല്ല. ജീവനുള്ളവയുടെ മാത്രം സൃഷ്ടാവ് എന്നാണോ? അല്ല. ആകാശഭൂമികളടക്കമുള്ള സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവ് ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ. പക്ഷികളെ പടച്ചവനാരാണോ? മൃഗങ്ങളെ പടച്ചവനാരാണോ? മനുഷ്യരെ സൃഷ്ടിച്ചവനാരാണോ? ഈ കാണുന്ന വിശാലമായ ആകാശത്തെ സൃഷ്ടിച്ചവനാരാണോ? ഭൂമിയെ പടച്ചവനാരാണോ? ആ പടച്ചവൻ, ആ സൃഷ്ടാവ്, ആ റബ്ബുൽ ആലമീൻ, അവനാകുന്നു എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ പ്രാർത്ഥനകളും എന്റെ ആരാധനകൾ. ഇതാണ് ഇസ്ലാം. ഈ സമർപ്പണത്തിനാണ് ഇസ്ലാം എന്ന് പറയുക. നിന്റെ ജീവിതം നീ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് സമർപ്പിക്കുക. നിന്റെ ജീവിതം, നിന്റെ പ്രാർത്ഥനകൾ നിന്റെ സൃഷ്ടാവിനോട് മാത്രമാവുക. അവനോടുള്ള കടമ നീ തിരിച്ചറിയുക. ആലോചിച്ചു നോക്കൂ ജനങ്ങളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ
ഒരാൾ നമുക്കൊരു നിസ്സാരമായ സഹായം നൽകിയാൽ, ഒരു നിസ്സാരമായ സഹായം നൽകി, ഒരാൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയാണ്, നീ കുറെ നേരമായി നിൽക്കുന്നു, ഒരാൾ നിന്നെ കണ്ട് ഇതാ ഇവിടെ ഇരുന്നു, അയാളൊന്ന് നീങ്ങിയിരുന്നു തന്നു, ഒരു കുറഞ്ഞ സ്ഥലം നിനക്ക് നീക്കി വെച്ചു, നീ എന്താണ് അയാളോട് പറയുക? താങ്ക്സ് എന്ന് പറയും, നന്ദി എന്ന് പറയും. അയാൾ നന്ദി കാണിക്കും, മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരു ചെറിയ നന്മ, നിങ്ങൾ അയാൾ മുഴുവൻ സീറ്റ് തന്നിട്ടില്ല, ഒരു സീറ്റിന്റെ ഒരു ചെറിയ ഭാഗം തന്നു, അതിന് നീ നന്ദി കാണിക്കുന്നു. മനുഷ്യർ നന്മകൾ ലഭിച്ചാൽ അതിന് പകരമായി നന്ദി കാണിക്കുന്നവനാണ്, അവനാണ് മനുഷ്യൻ. ഒരാൾ അതിനൊരു നന്ദിയും പറയാതെ അവിടെ കയറിയിരുന്നു, തിരിഞ്ഞു നോക്കിയില്ല, നിന്നെ ചിരിച്ചില്ല, നിന്നെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല, എന്താണ് നീ അയാളെ കുറിച്ച് പറയുക? ഒരു മോശം മനുഷ്യനാണ്, അയാൾ എന്ത് സ്വഭാവമാണ്, അയാൾ അതിന് മൈൻഡ് പോലും ചെയ്തില്ല, ഞാൻ അയാൾക്ക് സീറ്റ് കൊടുത്തു എന്ന് നീ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. നോക്കൂ, ചെറിയ ഒരു സഹായം, ഒരു ചെറിയ സഹായം, അതിനുവരെ നന്ദി കാണിക്കണമെന്ന് നിന്റെ ഹൃദയത്തിൽ നിനക്കറിയാം. ആലോചിച്ചു നോക്കൂ, നിന്നെ പടച്ച, നിന്റെ മാതാപിതാക്കളെ പടച്ച, നിനക്ക് ആരോഗ്യം നൽകിയ, നിനക്ക് സമ്പത്ത് നൽകിയ, നടക്കാൻ കാലുകൾ നൽകിയ, കാണാൻ കാഴ്ച നൽകിയ നിന്റെ സ്രഷ്ടാവ്, അവനെ കുറിച്ച് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിന്നെ പടച്ചവനെ കുറിച്ച്, നിന്റെ റബ്ബിനെ കുറിച്ച്, നീ ദൈവമെന്ന് വിളിക്കുന്നവനെ കുറിച്ച് എന്തെങ്കിലും നീ അവനോടുള്ള ബാധ്യത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കേണ്ട കാര്യം. നീ വെറുതെ ഉണ്ടായതാണോ? നീ അങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ചതാണോ? അങ്ങനെ സംഭവിക്കുമോ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ചില ആളുകൾ പറയും മനുഷ്യൻ അങ്ങനെ വെറുതെ ഉണ്ടായതാണ്, അങ്ങനെ വെറുതെ ഉണ്ടായതാണ്. ആലോചിച്ചു നോക്കൂ, നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുന്നു, നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിലതാ ഒരു പുതിയ ഇലക്ട്രോണിക് ഉപകരണം വീട്ടിലിരിക്കുന്നു, ഇന്ന് വരെ കൊണ്ടുവച്ചിട്ടില്ലാത്ത, ഒരാളും നിന്റെ വീട്ടിൽ ഒരാൾ വാങ്ങിക്കാത്ത ഒരു ഇലക്ട്രോണിക് ഉപകരണം നിന്റെ വീട്ടിലുണ്ട്. നീ അത് കണ്ടാൽ പറയുമോ, ഓ വെറുതെ ഉണ്ടായ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത് എന്ന് പറയുമോ? ഒരാളും ഇതിവിടെ കൊണ്ടുവച്ചിട്ടില്ല എന്ന് നീ പറയുമോ? ഇല്ല. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോണുകൾ, മൊബൈൽ ഫോണുകൾ, അതിൽ ഉപയോഗിക്കുന്ന ചിപ്പുകൾ, അത് നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് മരുഭൂമിയിലെ മണലുകളാണ്. ആ മണലുകളിൽ നിന്ന് ശേഖരിക്കുന്ന ധാതുക്കൾ അതുപയോഗിച്ചുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത്. നീ മരുഭൂമിയിലേക്ക് പോയി, കിലോമീറ്ററുകൾ നടന്നു, മരുഭൂമിയിൽ മുഴുവൻ നീ കുടിച്ചു നോക്കി, എവിടെയെങ്കിലും ഒരു മൊബൈൽ നിനക്ക് കണ്ടെത്താൻ സാധിക്കുമോ? വെറുതെ ഉണ്ടായ ഒരു മൊബൈൽ, വെറുതെ ഉണ്ടായിപ്പോയൊരു മൊബൈൽ. ഒരാൾ പറയും മൊബൈൽ ഉണ്ടാക്കുന്നത്, അതിന്റെ ചിപ്പുകൾ നിർമ്മിക്കപ്പെടുന്നത് മരുഭൂമിയിലെ മണ്ണുകൊണ്ടല്ലേ. ഞാനിതാ മരുഭൂമി മുഴുവൻ തപ്പാൻ പോവുകയാണ് ഒരു മൊബൈൽ കണ്ടെത്തുന്നതിന് വേണ്ടി എന്ന് നീ പറയുമോ? ഇല്ല. ഒരു മൊബൈൽ വെറുതെ ഉണ്ടാവുകയില്ല എങ്കിൽ, ഒരു ഉപകരണം വെറുതെ ഉണ്ടാവുകയില്ല എങ്കിൽ നീ എങ്ങനെ വെറുതെ ഉണ്ടാകും? ഈ മൊബൈലിനേക്കാൾ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നിന്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈലുകളിൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി നിരന്തരമായി കാഴ്ചകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ. എങ്ങനെയാണ് ഇതുണ്ടായത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഏത് മൊബൈലിൽ റെക്കോർഡ് ചെയ്താലും കേൾക്കാൻ കഴിയാത്തത്ര പരിശുദ്ധമായ രൂപത്തിൽ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന രണ്ട് ചെവികൾ. എങ്ങനെയാണ് ഇതുണ്ടായത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. മനുഷ്യർ, അവർക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? അവർക്കൊരു നാവ് നൽകിയില്ല സംസാരിക്കാൻ, അവർക്ക് ചുണ്ടുകൾ നൽകിയില്ലേ? ഇതെങ്ങനെയാണ് ഉണ്ടായത്? വെറുതെ ഉണ്ടായതാണോ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. യാ അയ്യുഹൽ ഇൻസാൻ, വിശുദ്ധ ഖുർആനിലെ വാക്ക്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഔദാര്യവാനായ, നന്മകൾ ധാരാളമായി നിനക്ക് ചൊരിഞ്ഞു തന്ന നിന്റെ സ്രഷ്ടാവ്, അവനെ കുറിച്ച് നീ എങ്ങനെയാണ് മറന്നുപോയത്? നീ എങ്ങനെയാണ് അവനെ വിസ്മരിച്ചു പോയത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്റെ ക്രമീകരണങ്ങൾ ഏറ്റവും കൃത്യമാക്കിയിരിക്കുന്നു, എല്ലാം വേണ്ടിടത്തുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആശുപത്രിയിലേക്ക് പോയാൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ആശുപത്രിയിലേക്ക് പോയാൽ ആരോഗ്യം, നമ്മൾ നടന്നുകൊണ്ടിരിക്കും, സമാധാനത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കാൻ കഴിയാതെ വർഷങ്ങളായി കട്ടിലിൽ കിടക്കുന്നവർ,
കേൾവിക്ക് പ്രയാസമുണ്ടായവർ, കാഴ്ചക്ക് പ്രയാസമുണ്ട്. നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നിന്റെ സൃഷ്ടാവ് നിനക്ക് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ എത്രയുണ്ട്. ഒരു ദിവസം, ഒരു നിമിഷമെങ്കിലും ഒന്ന് സമയമെടുത്ത് ഒന്ന് ആലോചിച്ചൊരു നന്ദി പറയാൻ. എന്താണ് എനിക്കിത് നൽകിയ സൃഷ്ടാവിനോടുള്ള എന്റെ ബാധ്യത എന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ കുറച്ച് സമയമെടുക്കേണ്ടതില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവാരാണോ അവന് നീ നിന്നെ സമർപ്പിക്കലാണ്. അവന്റെ വാക്കുകൾ നീ അനുസരിക്കലാണ്. അവന്റെ കൽപ്പനകൾ നീ അനുസരിക്കലാണ്. അവന് വിലക്കിയ വിരോധങ്ങളിൽ നിന്ന് നീ വിട്ടുനിൽക്കലാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്ന ഈ മതം മനുഷ്യർക്ക് എത്തിച്ചു നൽകിയ പ്രധാനപ്പെട്ട മൂന്ന് അടിത്തറകൾ. ഈ മൂന്ന് അടിത്തറകളെ കുറിച്ച് ഞാൻ ചുരുക്കിയ രൂപത്തിൽ വിവരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം മനുഷ്യരോട് ആദ്യമായി പറഞ്ഞ കാര്യം, ഏകനായ സൃഷ്ടാവാരാണോ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിലെ ഒന്നാമത്തെ സാക്ഷ്യവചനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാര്യമാണ്. ആരാണോ നിന്നെ പഠിച്ചത്, ആരാണോ സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചത്, അവനു മാത്രമേ നീ ആരാധനകൾ നൽകാൻ പാടുള്ളൂ. നിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനം നീ നൽകേണ്ടത് അവനാണ്. എത്ര ലളിതമായ കാര്യമാണ്, എത്ര മനസ്സിലാക്കാൻ ലളിതമായ, എന്തുമാത്രം നീതിപൂർവകമായ വാക്കാണ്. നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ നിന്റെ സൃഷ്ടാവാണ്. ആളുകൾ പറയും, എനിക്ക് എന്റെ മാതാവിനോടാണ് ഏറ്റവും വലിയ കടമയുള്ളത്. അവരാണ് എന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയത്, അവരാണ് എന്നെ നൊന്തുവെച്ചത്, എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നത്. ആലോചിച്ച്, നിനക്ക് നിന്റെ മാതാവിനെ നൽകിയത്, നിന്റെ പിതാവിനെ നൽകിയത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരോഗ്യം നൽകിയത്, നിനക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നൽകിയത്, നിനക്ക് സമ്പത്ത് നൽകിയത്, നിനക്ക് ജീവിക്കാനുള്ള മനോഹരമായി ഭൂമിയെ സംവിധാനിച്ചു നൽകിയത് ആരാണ് നിന്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൽപ്പിക്കേണ്ടത്. അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഇസ്ലാമിലെ ഒന്നാമത്തെ സാക്ഷ്യവചനം കൊണ്ട് അർത്ഥമാക്കുന്ന കരിമതാണ്. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ അതിൽ ഒന്നാമത് കാണുന്ന കൽപ്പന ഈ പറഞ്ഞ കൽപ്പനയാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, അവൻ നിങ്ങൾക്ക് മുന്നേയുള്ളവരെ സൃഷ്ടിച്ചവനാണ്. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവാരാണോ അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം പ്രതീക്ഷ വെക്കുക, അവനിൽ മാത്രം ബരമേൽപ്പിക്കുക, അവനെ മാത്രം അങ്ങേറ്റം സ്നേഹിക്കുക. ഇങ്ങനെ നിന്റെ ഹൃദയത്തിലെ ഏറ്റവും പരിശുദ്ധമായ വികാരങ്ങൾ എന്താണോ ആ വികാരങ്ങൾ സർവ്വതും നിന്റെ സൃഷ്ടാവിന് മാത്രം നൽകുക എന്നതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മസ്ജിദുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ ഏകനായ സൃഷ്ടാവ് അവൻ മാത്രമാണ് സർവ്വ ആരാധനകൾക്കും അർഹതയുള്ളവൻ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിലെ ഒന്നാമത്തെ വാക്കിന്റെ അർത്ഥം. അത് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായി, ഒരാൾ ഇസ്ലാമിന്റെ ആദ്യ പടി ചവിട്ടിക്കഴിഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാഠം അതാണ്. ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. എന്തിനാണ് അവനെ ആരാധിക്കുന്നത്? എന്താണ് അവനെ ആരാധിച്ചത് കൊണ്ടുള്ള ഫലം? എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? ഒന്നാമത്തെ കാര്യം, നിന്റെ സൃഷ്ടാവ് അവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. അവൻ നിന്നെ പഠിച്ചത് അതിനുവേണ്ടിയാണ്. അവന്റെ മുന്നിൽ നീ അടിമയായി തീരുന്നതിനു വേണ്ടി, അവനെ നീ അനുസരിക്കുന്നതിനു വേണ്ടി. ഈ ജീവിതം നിനക്ക് നൽകിയത് പരീക്ഷണമായി കൊണ്ടാണ്. നിന്നെ വെറുതെ പഠിച്ചതല്ല, നിന്നെ വെറുതെ നിർമ്മിച്ചതല്ല. നീ ഇങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞാൽ, ഈ ജീവിതം കഴിഞ്ഞാൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടണമോ, ആ ജീവിതത്തിൽ നിനക്ക് വിജയം ആസ്വദിക്കണമോ, എങ്കിലിതാ ഈ പരീക്ഷണത്തിൽ നീ വിജയിക്കേണ്ടതുണ്ട്. ആ വിജയത്തിന്റെ ഒന്നാമത്തെ പടിയാണ് നീ അള്ളാഹുവിനെ അറിയുക എന്ന്. ഇതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു,
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ ഞാൻ എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ അവരെ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണോ അവന്റെ കൽപ്പനകൾ നീ അനുസരിക്കുക, അവന്റെ വാക്കുകൾ നീ അനുസരിക്കുക, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക. അതിനുവേണ്ടിയാണ് അള്ളാഹു നിന്നെ പഠിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം അതാണ്. അതുകൊണ്ട് ജനങ്ങളെ, ഈ കാര്യം നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യമാണ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണോ അവനെ മാത്രം നീ ആരാധിക്കുക, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ വാക്കുകൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഈ സംസാരം തുടരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് നൽകാവുന്ന സംക്ഷിപ്തമായ ഒരു ഉത്തരം, ഇസ്ലാം മനുഷ്യന്റെ എല്ലാ മേഖലകളെയും ഏറ്റവും ശരിയായതിലേക്ക് നയിക്കുന്ന ആദർശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടാവ് മനുഷ്യർക്ക് അയച്ചു നൽകിയ സന്ദേശമാണത്. കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം മനുഷ്യനെ ക്ഷണിക്കുന്ന പ്രധാനപ്പെട്ട 3 അടിത്തറകളുണ്ട്. ഒന്നാമത്തെ കാര്യം അവന്റെ ഹൃദയം ശരിയാക്കുക എന്നതാണ്, അവന്റെ വിശ്വാസം ശരിയാക്കുക എന്നതാണ്. കാരണം മനുഷ്യന്റെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ തകർന്നടിയുന്നതാണ്. വിശ്വാസത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ, ഹൃദയം കൊണ്ട് ഒരാൾ ചിന്തിക്കുന്ന കാര്യം തെറ്റായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അപകടകരമായിരിക്കും. അതുകൊണ്ട് ഒരാളുടെ ഹൃദയമാണ് ആദ്യം നന്നാകേണ്ടത്, അവന്റെ വിശ്വാസമാണ് ആദ്യം ശരിയാകേണ്ടത്. വിശ്വാസത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവന്റെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്ലാം ഒന്നാമത് പഠിപ്പിക്കുന്ന പാഠവും അതാണ്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ച സർവ്വലോകത്തെയും പടച്ചവൻ ആരാണോ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ ഒരിക്കലും സൃഷ്ടികൾക്ക് മുന്നിൽ തലകുനിക്കാൻ പാടില്ല. സൃഷ്ടികൾക്ക് മുൻപിൽ നിന്റെ ആവശ്യങ്ങളുമായി ചെല്ലാൻ പാടില്ല. സൃഷ്ടികളിൽ ഒരാളുടെയും അടിമത്വം, ഒരാൾക്ക് മുൻപിലും നീ പരിപൂർണ അടിമയായി തീരുക എന്നത് സംഭവിക്കാൻ പാടില്ല. മറിച്ച് നീ അള്ളാഹുവിന്റെ അടിമയാകേണ്ടവനാണ്, അവനെ അനുസരിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിച്ചതുപോലെ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അർബാബും മുതഫർരിഖൂൻ, വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ, വ്യത്യസ്തങ്ങളായ ആരാധ്യ വസ്തുക്കൾ, വ്യത്യസ്തങ്ങളായ അവലംബങ്ങൾ, വ്യത്യസ്തങ്ങളായ ആശ്രയ കേന്ദ്രങ്ങൾ, അവയാണോ നല്ലത്? അർബാബും മുതഫർരിഖൂന ഖൈറുൻ, വ്യത്യസ്തങ്ങളായ രക്ഷിതാക്കളുടെ മുൻപിൽ പോയി തലകുനിക്കുകയും അവരിൽ ഓരോരുത്തരുടെയും കൽപ്പനകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്നതാണോ നല്ലത്? അതല്ല, അവരെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ ഏകനായ ഒരു സൃഷ്ടാവ്, അവനെ മാത്രം ആരാധിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത്? എത്ര ലളിതമായ ചോദ്യമാണത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമർ.
അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ, നിങ്ങൾ ഒരിക്കലും സൂര്യനോ ചന്ദ്രനോ സാഷ്ടാംഗം നമിക്കരുത്. അവക്ക് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, അവക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സഹായതേട്ടങ്ങൾ, നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഏറ്റവും പരിശുദ്ധമായ വികാരങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രം നൽകുക. എത്ര മഹത്തരമായ ആദർശമാണ്. അല്ലാഹു പറഞ്ഞു, വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ആകാശങ്ങളെ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനു മുൻപിൽ നിങ്ങൾ സാഷ്ടാംഗം നമിക്കുക, അവനെ നിങ്ങൾ ആരാധിക്കുക, അവനെ നിങ്ങൾ അനുസരിക്കുക. എത്ര മഹത്തരമായ ആദർശമാണ്. മനുഷ്യരെ സർവ്വ അടിമത്വങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ഏകനായ സൃഷ്ടാവിന്റെ അടിമ മാത്രമാക്കി അവരെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്ന മഹനീയമായ ആദർശമാണ് ഇസ്ലാം ഒന്നാമത് മുന്നിൽ വെച്ചത്. ആ ആദർശം ഹൃദയത്തിലുള്ളവൻ അവൻ നിർഭയനാണ്, അവന് പേടിയില്ല, അവൻ ഒന്നിനെയും പേടിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, പണം കുന്നുകൂട്ടി ഉണ്ടാക്കിയ മനുഷ്യർ, വലിയ ശാസ്ത്രജ്ഞന്മാരായി തീർന്നവർ, ബുദ്ധിമാന്മാർ എന്ന് മേന്മ നടിക്കുന്നവർ കോടികൾ കൊടുത്തൊരു കാർ വാങ്ങിക്കുന്നു. ആ കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് അതിന്റെ ടയറിനടിയിൽ 2 രൂപ വിലയുള്ള ഒരു നാരങ്ങ വെച്ച് ആ നാരങ്ങക്ക് മുകളിലൂടെ കാർ കയറ്റിയിറക്കിയാൽ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന അധമത്വത്തിലേക്ക്, ആ അന്ധവിശ്വാസങ്ങളിലേക്ക്, അതിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാമിന്റെ. നീ ഒരാളെയും പേടിക്കേണ്ടതില്ല, നീ ഒരാളെയും ഭയക്കേണ്ടതില്ല. ആകാശ ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിൽ നീ ഭരമേൽപ്പിച്ചാൽ നീ നിർഭയനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അല്ലാഹുവിനോടൊപ്പം ഒരാളെ പങ്കുചേർക്കാതെ, സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് സൃഷ്ടികളെ ഉയർത്താതെ, സൃഷ്ടികൾക്ക് സൃഷ്ടികളുടെ സ്ഥാനം, ആകാശഭൂമികളുടെ സൃഷ്ടാവിന്, ഏറ്റവും വലിയവന്, എല്ലാ കഴിവുകളും ഉള്ളവന്, എല്ലാം അറിയുന്നവന്, അവന് അവന്റെ സ്ഥാനം. അങ്ങനെ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും കൃത്യമായ സ്ഥാനങ്ങളിൽ മനസ്സിലാക്കിയവർ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, തങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടാവിന് നൽകേണ്ട, റബ്ബിന് നൽകേണ്ട, അല്ലാഹുവിന് നൽകേണ്ട സ്ഥാനം സൃഷ്ടികൾക്ക്, വിഗ്രഹങ്ങൾക്ക്, ആരാധ്യ വസ്തുക്കൾക്ക്, മരിച്ചുപോയവർക്ക്, ഔലിയാക്കന്മാർക്ക്, നബിമാർക്ക്, പ്രവാചകന്മാർക്ക്, നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരാൾക്കും നൽകാതെ ലോകങ്ങളുടെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും മുകളിൽ മനസ്സിലാക്കുന്നവൻ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. അവന് പേടിയില്ല, അവന്റെ ജീവിതം നിർഭയത്വത്തിലാണ്, സമാധാനത്തിലാണ്, സ്വസ്ഥതയിലാണ്, ശാന്തിയിലാണ്, അവന് പേടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക് നോക്കൂ നിങ്ങൾ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഒരു കുഞ്ഞിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാം. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുഞ്ഞ് അവന്റെ മനസ്സിൽ ഇസ്ലാം പകർന്നു നൽകുന്ന നിർഭയത്വമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. മോനെ, ചെറിയ കുട്ടി, ആലോചിക്കണം, ചെറിയ കുട്ടി. ആ ചെറിയ കുട്ടിയോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മനസ്സിലാക്കുക, മനുഷ്യരൊന്നടങ്കം നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയാലും ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ നീ പേടിക്കേണ്ടതില്ല, അവർക്കൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അവന്റെ ധൈര്യം എന്താണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നടക്കുമ്പോൾ യാത്ര പോകാൻ ഇറങ്ങി ഒരു കറുത്ത പൂച്ച അവന്റെ മുന്നിലൂടെ ഒന്ന് കുറുകെ ചാടിയാൽ പേടിക്കുകയാണ്. എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് നീ പേടിക്കുന്നത്? നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയും നീ പേടിക്കേണ്ടതില്ല. നിർഭയനാവുക, സ്വതന്ത്രനാകുക, അള്ളാഹുവിന്റെ അടിമയായിക്കൊണ്ട് നീ സ്വതന്ത്രനാകുക. നിന്റെ മുകളിലുള്ള സൃഷ്ടികളുടെ ചങ്ങലക്കെട്ടുകൾ എന്തെല്ലാം ഉണ്ടോ
അവർ നിനക്കുമേൽ അടിച്ചേൽപ്പിച്ച എന്തെല്ലാം അധമത്വങ്ങളുണ്ടോ, അവർ നിനക്കു മുകളിൽ കയറ്റിവെച്ച എന്തെല്ലാം ഭാരങ്ങളുണ്ടോ വലിച്ചു പുറത്തേക്കറിയുക. സ്രഷ്ടാവിന്റെ അടിമയാവുക, അള്ളാഹുവിന്റെ അടിമയാവുക. അതാണ് ഒന്നാമത്തെ പാഠം. അത് ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ മാറുന്നത് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിന്റെ ജീവിതം മാറുന്നത് നിനക്ക് ബോധ്യപ്പെടും. നീ നിർഭയനാണ്, നീ സ്വതന്ത്രനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളല്ലാതെ ഒരാളുടെ മുൻപിലും നീ തലകുനിക്കുകയില്ല, ഒരാൾക്ക് മുന്നിലും നീ താഴേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മറ്റൊരാൾക്ക് മുന്നിലും, ഓരോ സൃഷ്ടിക്കു മുന്നിലും, മാതാവിന് മുൻപിലാകട്ടെ, പിതാവിന് മുൻപിലാകട്ടെ, രാജാവിന് മുൻപിലാകട്ടെ, സേനാനായകന് മുൻപിലാകട്ടെ, ആർക്കു മുന്നിലാകട്ടെ, സാഷ്ടാംഗം നമിക്കാൻ പാടില്ല, സുജൂദിൽ കിടക്കാൻ പാടില്ല, നിന്റെ തല താഴ്ത്താൻ പാടില്ല. നീ തല താഴ്ത്തേണ്ടത് നിന്നെ സൃഷ്ടിച്ചവന് മുൻപിൽ മാത്രമാണ്. അഭിമാനമുള്ള ആദർശമാണ്, സ്വാതന്ത്ര്യമുള്ള ആദർശമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ ആലോചിച്ചു നോക്കി, ഈ കസേരകളിൽ ഏതെങ്കിലും ഒരു കസേരയുടെ മുൻപിൽ വന്നിരുന്ന് ഒരാൾ ആ കസേരയോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ, അതിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതിനോട് തന്റെ വേവലാതികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ, നിങ്ങൾ അയാളെ കുറിച്ച് ധരിക്കുക എന്താണ്? ബുദ്ധിയില്ല, അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ല, അയാൾക്ക് തലക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നോക്കൂ, നിർജീവമായ ഒരു വസ്തുവിന് മുൻപിൽ പോയി പ്രയാസങ്ങൾ പറയുന്നത്, സംസാരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയുടെ ലക്ഷണമല്ല. ആലോചിച്ചു നോക്കൂ. ഇതാ മുസ്ലിമീങ്ങളിൽ തന്നെ ഇസ്ലാമിന്റെ പേരുള്ള ചില ആളുകൾ ഇതാ മക്ബറകൾ കെട്ടിപ്പടുക്കുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ, കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ, മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയ ജാറത്തിനു മുകളിൽ മക്ബറയ്ക്കു മുൻപിൽ പ്രാർത്ഥനകളുമായി, സഹായ തേട്ടങ്ങളുമായി, ഹൃദയത്തിലെ വിങ്ങലുമായി വന്നു നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ത്? ഹേ മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ? ആ മണ്ണിന് കാണാൻ കഴിയില്ല, നിനക്ക് കാണാൻ കഴിയും. ആ മണ്ണിന് കേൾക്കാൻ കഴിയില്ല, നിനക്ക് കേൾക്കാൻ കഴിയും. ആ മണ്ണിന് ചലിക്കാൻ കഴിയില്ല, നിനക്ക് നടക്കാൻ കഴിയും. ആ മണ്ണിന് നിനക്കൊരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയില്ല. നീ ഒരു കോടാലി എടുത്ത് വെട്ടിയാൽ ആ മണ്ണ് തകർന്നു വീഴും. ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന തന്റെ പിതാവിനോട് ചോദിച്ചില്ലേ, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അല്ല പൊന്നുവാപ്പ, യാ അബതി, എന്റെ പൊന്നുവാപ്പ, ലിമ തഅബുദു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആരാധിക്കുന്നത്? ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. താങ്കൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത, താങ്കളെ കാണാൻ കഴിയാത്ത, താങ്കളെ കേൾക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളെയാണോ ആരാധിക്കുന്നത്? മനുഷ്യരെ ചിന്തിക്കുക, ആലോചിക്കുക. നാം ആർക്കു മുന്നിലാണ് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങൾ തുറന്നു വെക്കുന്നത്? നമ്മെ പോലെയുള്ള മനുഷ്യർക്ക് മുൻപിലാണോ? നമ്മെ പോലെയുള്ള മനുഷ്യർക്ക് മുൻപിലാണോ? കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത മരിച്ചുപോയ ആളുകൾക്ക് മുൻപിലാണോ? ദുർബലതകളുള്ള, പ്രയാസങ്ങളുള്ള, അറിവുകേടുകളുള്ള, അജ്ഞതകളുള്ള, അനേകം കുറവുകളുള്ള നമ്മെ പോലെയുള്ള സൃഷ്ടികൾ അവർക്ക് മുൻപിലാണോ? സുബ്ഹാനല്ലാഹ്. മനുഷ്യരെ ചിന്തിക്കുക, ആലോചിക്കുക. നിങ്ങളുടെ സൃഷ്ടാവിന് മുൻപിൽ മാത്രം, അവന് മുൻപിൽ നൽകേണ്ട മഹത്തരമായ വികാരങ്ങൾ, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ഭയവും, അങ്ങനെ മഹത്തരമായ വികാരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ നൽകുക, നിങ്ങളെ പടച്ചവന് നിങ്ങൾ നൽകുക. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന വിശ്വാസമാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠമാണത്. പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലാതെ ആരാധനകൾക്ക് അർഹനായി ഒരാളുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പടി ചുവട്ടിയിരിക്കുന്നു. ഹൃദയം നന്നാകണം. ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം അതാണ്, ഹൃദയം നന്നാക്കലാണ്. രണ്ടാമത്തെ പാഠം എന്താണ്? ഹൃദയം നന്നായതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തനങ്ങൾ കൂടി വേണം. നല്ല നന്മകൾ ചെയ്യാൻ സാധിക്കണം. കൈ തന്നത് എന്തിനാണ്? കൈ കൊണ്ട് ഉപകാരം ചെയ്യാനാണ്. കാൽ തന്നത് എന്തിനാണ്? കാലുകൊണ്ട് നന്മ ചെയ്യാനാണ്. നാവ് തന്നത് എന്തിനാണ്? നാവ് കൊണ്ട് നന്മ പറയാനാണ്. കണ്ണ് തന്നത് എന്തിനാണ്? കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാനാണ്.
അതിന് ഈ പറഞ്ഞ അവയവങ്ങൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മനുഷ്യരെ, ഇതാ അങ്ങാടികളിലൂടെ നടക്കുന്ന മൃഗങ്ങളും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവക്കും കണ്ണുകളുണ്ട്, അവക്കും കാതുകളുണ്ട്, അവക്കും നടക്കാനുള്ള കാലും കയ്യുമുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. മനുഷ്യരിലും ജിന്നുകളിലും നരകത്തിലേക്ക് വേണ്ടി മാത്രമായി പടക്കപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. കണ്ണുണ്ട്, അവന്റെ അയൽവാസി പ്രയാസപ്പെടുന്നത് അവന്റെ കണ്ണുകൊണ്ട് അവന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവന്റെ ഉൾക്കാഴ്ചയിലേക്ക് അത് എത്തുന്നില്ല. സഹായിക്കണം, അവനെ കൈപിടിച്ചുയർത്തണം എന്ന് പറയാൻ അവന്റെ കണ്ണുകൾ അവന് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ആ കണ്ണുകൊണ്ട് എന്തു ഫലമാണുള്ളത്? അതുകൊണ്ട് മനുഷ്യരെ, പ്രവർത്തനങ്ങൾ നന്നാക്കണം. ഇസ്ലാം ഹൃദയത്തെയും രണ്ടാമതായി പ്രവർത്തനങ്ങളെയും ഏറ്റവും നേരായ വഴിക്ക് നയിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന ആദർശമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏത് ആദർശങ്ങളും നോക്കുക, മഹത്തരമായ ആദർശങ്ങൾ, മഹത്തരമായ നന്മകൾ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിലെ ഏറ്റവും നല്ല കർമ്മം നിസ്കാരമാണ്. ഏറ്റവും നല്ല കർമ്മം 5 നേരത്തെ നിസ്കാരങ്ങളുണ്ട്. രാവിലെ ഒരു മുസ്ലിമിന്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. സൂര്യൻ പുലരി പൊട്ടിത്തുടങ്ങുന്ന സമയം അതുമുതൽ അവൻ എഴുന്നേൽക്കുകയാണ്. അവൻ അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിസ്കാരം അവൻ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൻ ഏറ്റുപറയുന്നു, സുജൂദിൽ വീഴുന്നു, സാഷ്ടാംഗം നമിക്കുന്നു, മഹത്തരമായ വാക്കുകൾ ചൊല്ലിക്കൊണ്ട് മനോഹരമായ പ്രവർത്തനം അവൻ മുന്നിൽ കാഴ്ചവെക്കും. നിസ്കാരമാണ്. 5 നേരം നിന്റെ മനസ്സ് അശ്രദ്ധയിലേക്ക് പോകുമ്പോൾ, തിന്മകളിലേക്ക് പോകുമ്പോൾ, വൃത്തികേടുകളിലേക്ക് പോകുമ്പോൾ നിന്നെ പിടിച്ചു വെക്കാനുള്ള കടിഞ്ഞാണാണ് നിസ്കാരം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം തിന്മകളിൽ നിന്നും മ്ലേച്ഛവൃത്തികളിൽ നിന്നും മനുഷ്യരെ തടയുന്നതാണ്. ഇസ്ലാമിലെ കർമ്മങ്ങളാണത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ നിസ്കാരത്തോടൊപ്പം ആവർത്തിച്ചു പറയപ്പെട്ട കാര്യമാണ് സകാത്ത് എന്നത്. സകാത്ത് മനോഹരമായ കർമ്മമാണ്. ഇതാ, നിനക്ക് സമ്പത്തുണ്ടോ, നീ ധനികനാണോ, നിന്റെ സമ്പത്തിൽ നിന്ന് നിശ്ചിത അളവ് എത്ര കൊടുക്കണം? ധാരാളം കൊടുക്കണോ? നിന്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കണോ? കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് എന്താണ്? നീ സമ്പത്തുണ്ടാക്കിയോ, നിന്റെ സമ്പത്ത് മുഴുവൻ സ്റ്റേറ്റിനുള്ളതാണ്. നീ സമ്പാദിക്കുന്നതെല്ലാം സ്റ്റേറ്റിനുള്ളതാണ്. നീ ഒരു വലിയ ഏക്കറിൽ കൃഷി നടത്തിയാൽ കൃഷി മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തുണ്ടായി? സ്വകാര്യ സ്വത്താണ് ഭൂമിയിൽ വന്ന ഏറ്റവും വലിയ അതിക്രമമെന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ സ്വകാര്യ സ്വത്തുണ്ടാക്കാൻ തുനിഞ്ഞില്ല. കർഷകർ എന്തിനു പണിയെടുക്കണം? ഗവൺമെന്റ്, നീ ഒരേക്കറിൽ കൃഷി ഇറക്കിയാൽ അത് മുഴുവൻ സർക്കാർ കൊണ്ടുപോകും. എന്നിട്ട് അതിൽ നിന്ന് മുഴുവൻ വീതിച്ചെടുത്ത് നിനക്ക് ഒരു കോപ്പയിൽ 1 കിലോ അരി തന്നാൽ ഒരു പണിയും എടുക്കാതെ വീട്ടിലിരുന്നവൻ അവനും കിട്ടും 1 കിലോ. പിന്നെന്തിനു പണിയെടുക്കണം? ആളുകൾ ജോലി ഉപേക്ഷിച്ചു, പ്രവർത്തനങ്ങൾ ചെയ്യാതെയായി. സ്വകാര്യ സ്വത്താണ് ഏറ്റവും വലിയ ശത്രു എന്ന പേര് പറഞ്ഞ് സമ്പന്നരുടെ പത്തായപ്പുരകൾ കൊള്ളയടിച്ചപ്പോൾ നാട് തകർന്നു. നാടിന്റെ സമ്പത്ത് രംഗം തകർന്നു. അതാണ് ഉണ്ടായത്. മനുഷ്യരുടെ ബുദ്ധി കൊണ്ടുണ്ടായതാണ്. ഇസ്ലാം പറഞ്ഞു, നിനക്ക് സമ്പാദിക്കാം, നിനക്ക് സമ്പത്തുണ്ടാക്കാം, നിനക്ക് ഭൗതികമായ സ്വത്തുക്കൾ ശേഖരിക്കാം, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് നിന്റെ കുടുംബത്തിന് നന്മകൾ നൽകാം, സുഖകരമായ ജീവിതം ഒരുക്കാം. ഒന്നിനും തടസ്സമില്ല. നീ ധനികനാണെങ്കിൽ നിശ്ചിതമായ സമ്പത്ത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ 2.5%, 100 രൂപയുണ്ടോ 2.5 രൂപ, 1000 രൂപയുണ്ടോ 25 രൂപ, 1 ലക്ഷമുണ്ടോ 2500 രൂപ. എല്ലാവരും കൊടുക്കണമെന്നില്ല. 100 രൂപയുള്ളവൻ കൊടുക്കേണ്ടതില്ല. സമ്പത്തുള്ളവൻ, വലിയ സമ്പത്തുള്ളവൻ, നിശ്ചിതമായ തുക ധനികനാണെന്ന് പറയാവുന്നവർ, അവർ 2.5% ആർക്ക് കൊടുക്കണം? ദരിദ്രർക്ക് കൊടുക്കണം. ശരി, ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അവനെ വിളിച്ചു വരുത്തി അപമാനിച്ച് ആളുകൾക്ക് മുന്നിൽ ഫോട്ടോ എടുത്ത് അവന്റെ പേര് മുഴുവൻ നാട്ടിൽ
പ്രചരിപ്പിച്ച് അവന്റെ അഭിമാനത്തിന്റെ അടിവേര് മുഴുവൻ മാന്തിക്കളഞ്ഞ് അവൻ അപമാനിതനാക്കി കൊടുക്കേണ്ടതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. ധനികരിൽ നിന്നെടുത്ത് ദരിദ്രരിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കേണ്ട, അവരുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ട അവരുടെ അവകാശമാണ് സക്കാത്ത്. അവകാശമാണ്. ദരിദ്രന്റെ അവകാശമാണ് സക്കാത്ത്. ദരിദ്രന്റെ അവകാശമാണ്, ധനികന്റെ ഔദാര്യമല്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ച നിയമമാണ്, മനോഹരമായ നിയമം. സക്കാത്ത് എന്ന സംവിധാനം ഓരോ രാജ്യങ്ങളിലും ശരിയായ രൂപത്തിൽ നിർവഹിക്കപ്പെട്ടിരുന്നു എങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ദാരിദ്ര്യം അകന്നുപോകുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രയാസങ്ങൾ, കടുത്ത ബുദ്ധിമുട്ടുകൾ അവസാനിച്ചു പോകുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ സക്കാത്ത് നൽകിയാൽ ശേഖരിക്കാൻ ആളുകളില്ല, വാങ്ങാൻ ആളുകളില്ല. സക്കാത്തിന് ആളുകൾക്ക് പണം വാങ്ങാൻ ആവശ്യമില്ല, ആളുകൾക്ക് ആവശ്യമുള്ളത് കയ്യിലുണ്ട്. ദരിദ്രർ നിർമാർജനം ചെയ്യപ്പെട്ട ഒരു ലോകം. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ആദർശം, അതിന്റെ മേന്മകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇസ്ലാം വിശ്വാസത്തെ ശരിയാക്കുന്നതോടൊപ്പം പ്രവർത്തനങ്ങളെ ശരിയാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇസ്ലാമിന്റെ കൽപ്പനകളിൽ ഒന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ നിന്റെ കൈ കൊണ്ട് അത് എടുത്തു നീക്കാൻ കഴിയുമോ? കൈ കൊണ്ട് എടുത്തു നീക്കണം. കൈ കൊണ്ട് എടുത്തു നീക്കാൻ കഴിയുന്ന തിന്മയാണെങ്കിൽ എടുത്തു നീക്കണം. നിനക്ക് സാമൂഹിക ബാധ്യതയുണ്ട്. അത് എന്റെ കാര്യമല്ല, അത് നടക്കട്ടെ എന്ന് പറയരുത്. നിനക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്. നീ സാമൂഹിക ജീവിയൻ, മനുഷ്യനാണ്, ഉത്തരവാദിത്തമുണ്ട്. നിന്റെ ഫോണിൽ കുത്തി ഇരുന്നാൽ പോരാ. ജനങ്ങളോട് നിനക്ക് ബാധ്യതയുണ്ട്. അവരോട് നിനക്ക് നീ ചെയ്യേണ്ട കടമകളുണ്ട്. നീ ഒരു തിന്മ കണ്ടാൽ നിന്റെ കാര്യമല്ലേ, എന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് നീ മാറിപ്പോകാൻ പാടില്ല. കൈ കൊണ്ട് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ കൈ കൊണ്ട് എടുത്തു നീക്കണം. അതിന് സാധിക്കില്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് എടുത്തു നീക്കാൻ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ, ഒരു സമൂഹത്തെ ഇസ്ലാം കെട്ടിപ്പടുത്ത രൂപമാണ്. ഇന്ന് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്കാരം എന്താണ്? ആളുകൾ പറയുന്നു ധാർമ്മിക പോലീസിംഗ് പാടില്ല. ധാർമ്മിക പോലീസിംഗ്, ഒരു തിന്മ കണ്ടാൽ, വീട്ടിലൊരു മോശത്തരം കണ്ടാൽ പറയാൻ പാടില്ല. ധാർമ്മിക പോലീസിംഗ് ആണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരവരുടെ പ്രശ്നങ്ങൾ മാത്രമായി, ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിക്രമിക്കുന്നവന്റെ കൈ പിടിക്കപ്പെട്ടില്ലെങ്കിൽ, അതിക്രമങ്ങൾ ചെയ്യുന്ന, അനീതികൾ പ്രവർത്തിക്കുന്നവന്റെ കൈപിടിക്കാൻ ഒരാളില്ലെങ്കിൽ എന്തായിരിക്കും സമൂഹത്തിന്റെ അവസ്ഥ? പാവപ്പെട്ടവന്റെ, ദുർബലന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ, പ്രയാസങ്ങളിൽ ഞെരിഞ്ഞമരുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം, നന്മ ചെയ്യണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ആരുടെ നാവിൽ നിന്നുമാണോ സുരക്ഷിതനായത്, അവനാണ് യഥാർത്ഥ മുസ്ലിം. നിന്റെ നാവ് കൊണ്ട് മറ്റൊരുത്തന് പ്രയാസമുണ്ടാകരുത്, നിന്റെ കൈ കൊണ്ട് മറ്റൊരുത്തന് വേദനിക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ആദർശമാണ്. യഥാർത്ഥ മുസ്ലിമാരൻ അവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ദൈഫഹ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ജാറഹ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിലും അവന്റെ പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, അതിഥിയെ ആദരിക്കണം, അതിഥിയെ ആദരിക്കണം. അത് ഇസ്ലാമികമായ കടമകളിൽ പെട്ടതാണ്. ആളുകൾ, ചിലർ അതിഥികൾ വന്നാൽ അതിന് മുഖം ചുളിയുന്നു. വരാൻ കണ്ട സമയം ഇതാണെന്ന് ചിലർ പറയും. അങ്ങനെ പറയാൻ പാടില്ല. അതിഥിയെ ആദരിക്കണം. അതിഥിക്ക് അവകാശങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു ഇസ്ലാം. അയൽവാസിക്ക് അവകാശങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചു. അയൽവാസിയെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിയോടുള്ള കടമകൾ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ഭയന്നുപോയി, അനന്തരാവകാശത്തിൽ നിന്നൊരു പങ്ക് അയൽവാസിക്ക് നൽകപ്പെടുമോ
എന്ന് ഞാൻ വിചാരിക്കുന്നത്ര അയൽവാസിയുടെ കാര്യം ഇസ്ലാം ഓർമ്മപ്പെടുത്തി. മാതാപിതാക്കൾ, അവരോട് കടമകളുണ്ട്. വൃദ്ധസദനങ്ങളിൽ അവരെ വലിച്ചെറിയുക എന്ന സംസ്കാരം ഇസ്ലാമിലില്ല. മാതാപിതാക്കളുടെ കാര്യം അല്ലാഹു പറഞ്ഞു, وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. നിന്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം. وَلَا تَقُل لَّهُمَا أُفٍّ. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച വാക്കാണിത്. മാതാവിനോട്, പിതാവിനോട് ഇത്രമാത്രം മനോഹരമായ മര്യാദകൾ പഠിപ്പിച്ച മറ്റേതു മതമുണ്ട്, മറ്റേത് ആദർശമുണ്ട്? അല്ലാഹു പറഞ്ഞു, وَلَا تَقُل لَّهُمَا أُفٍّ. ഉഫ് എന്ന് പറയരുത്, ഛേ എന്ന് പറയരുത്. നിനക്ക് പ്രയാസമുണ്ടാക്കുന്നത് അവരോട് പറയരുത്. അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കരുത്. അവരോട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അവർക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ. നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ ചെറിയ പ്രായത്തിൽ എന്നെ ഇവർ വളർത്തിയതുപോലെ അല്ലാഹുവേ നീ അവർക്ക് കാരുണ്യം ചൊരിയണമേ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ്. മക്കളോടുള്ള ബാധ്യതകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ വിശ്വാസവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഒരേ സമയം ഇസ്ലാം ശരിയാക്കുകയാണ്. ഒരേ സമയം ഇസ്ലാം ഏറ്റവും നല്ല വിശ്വാസമാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളോടും എല്ലാത്തവരോടും ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ അടിത്തറ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പരലോകത്തിലുള്ള വിശ്വാസമാണ്. മനുഷ്യരെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെല്ലാം ഉണ്ടോ, മുസ്ലിം ആകട്ടെ അല്ലാത്തവനാകട്ടെ, നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് ഈ പരിപാടി വെച്ചവർക്കും ഈ പരിപാടി കേൾക്കുന്നവർക്കും ഈ പരിപാടിയെ മോശമായി വീക്ഷിക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ളത് ആരാകട്ടെ, എതിർക്കുന്നവനാകട്ടെ അനുകൂലിക്കുന്നവനാകട്ടെ ആരാകട്ടെ, എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മനുഷ്യനാണോ, നിനക്ക് ജീവനുണ്ടോ, നീ മരണം ആസ്വദിക്കുന്നവൻ. നീ മരിക്കും. മരിക്കാതെ എന്നെന്നും ജീവിക്കാൻ ഒരാളും ഇവിടെയില്ല. ഒരു കടയിലെ ഉടമസ്ഥനുമില്ല. കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നയാളുമില്ല. ഒരാളുമില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മനുഷ്യനാണോ, മരിച്ചിരിക്കും. മരിച്ചതിന് ശേഷം എന്താണ്? നീ ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചതിന് ശേഷം എന്താണ്? മരിച്ചതിന് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് എന്താണ്? വെറുതെ മരിച്ചു മണ്ണായി ഒരു കാര്യവുമില്ലാതെ, ചെയ്തതിനെ കുറിച്ചൊരു ചോദ്യമില്ലാതെ, ചെയ്തുപോയ നന്മകൾക്കൊരു പ്രതിഫലമില്ലാതെ, ചെയ്തുപോയ അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ആലോചിച്ചു നോക്കൂ, ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ എന്തർത്ഥമാണ് ജീവിതത്തിനുള്ളത്? എന്തിനാണ് ജീവിക്കുന്നത്? എന്തിന് നന്മ ചെയ്യണം? എന്തിന് തിന്മ ചെയ്യണം? എന്തുകൊണ്ട് അതിക്രമമായി അന്യന്റെ സമ്പത്ത് കവർന്നുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. അയാളുടെ മുൻപിൽ അതാ പ്രയാസപ്പെട്ട് 80, 90, 70 വയസ്സായ ഒരു സ്ത്രീ വടികുത്തിപ്പൊടിച്ച് മുന്നിൽ വന്നിരിക്കുന്നു. മോനെ സഹായിക്കണം, എന്റെ കാര്യം നടപ്പിലാക്കി തരണം. എന്തുകൊണ്ട് ആ സ്ത്രീയോട് കൈക്കൂലി ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ആ സ്ത്രീയെ സഹായിക്കണം? എന്തുകൊണ്ട് വരൂ, ഇരിക്കൂ, ഞാൻ കാര്യങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ ഇനി വരേണ്ടതില്ല, ഞാനിത് പരിഹരിച്ചു നൽകാം. സർക്കാർ ഓഫീസിൽ പോയ പലർക്കും തോന്നാറില്ലേ, ഇവരൊന്ന് നല്ല രൂപത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ. എന്തിന് നല്ല രൂപത്തിൽ പെരുമാറണം? നിന്റെ ജോലി നഷ്ടപ്പെടുമെന്ന പേടി നിനക്കില്ലെങ്കിൽ പിന്നെ നീ എന്തിന് നന്നാവണം? എന്തിന് നന്മ ചെയ്യണം? എന്തിനാളെ സഹായിക്കണം? പരലോകമില്ലെങ്കിൽ മനുഷ്യർ നന്നാവുകയില്ല. ആ ബോധ്യമില്ലാത്ത മനുഷ്യൻ എന്തും ചെയ്യാം. നോക്കൂ നിങ്ങൾ, നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ, തലക്കെട്ട് വായിക്കാൻ പോലും ആളുകൾക്ക് സാധ്യമാവാത്ത രൂപത്തിലുള്ള ക്രൂരതകൾ പിഞ്ചു കുഞ്ഞുങ്ങളോട് ചെയ്തത്, ജനിക്കാനിരിക്കുന്ന കുട്ടിയോട് ചെയ്തത്, ഗർഭിണികളോട് ചെയ്തത്, ദുർബലരായ സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ കഥകൾ, പറയാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്, വായിക്കാൻ പറ്റാത്തത്. ഇത് ചെയ്യുന്നവരോട്, അതിക്രമങ്ങളിൽ മുഴുകുന്നവരോട്, അന്യായങ്ങൾ പ്രവർത്തിക്കുന്ന നിനക്ക് എന്താണ് പറയാനുള്ളത്?
അവനെ തടയാൻ, ഇത് ചെയ്യാൻ പാടില്ല എന്നു പറയാൻ നിനക്ക് കൃത്യമായ ഒരു ന്യായം എന്താണുള്ളത്? ഇന്ന് പല നാടുകളിലും എന്ത് അതിക്രമവും നിനക്ക് ചെയ്യാം. 10 ദിവസം കൊണ്ട് നിനക്ക് ജാമ്യം കിട്ടും. ചിലപ്പോ ആദ്യത്തെ ദിവസം തന്നെ ജാമ്യം കിട്ടും. കോടതിയിൽ നിനക്ക് വാദിച്ച് ജയിക്കാൻ സാധിച്ചാൽ ഒരു ദിവസം പോലും നീ ഇരിക്കേണ്ടതില്ല, പുഷ്പം പോലെ രക്ഷപ്പെടാം. പക്ഷേ അവനെ തടയാൻ എന്താണ് വടിയുള്ളത്? എന്തുകൊണ്ടാണ് മനുഷ്യർ ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രമങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്നത് അവൻ അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്, പരലോക ബോധമില്ലാതെയാകുമ്പോഴാണ്. എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? എന്തുകൊണ്ട് അതിക്രമങ്ങൾ ചെയ്തുകൂടാ? ഈ ചോദ്യത്തിനൊരു ഉത്തരം കൃത്യമായി പറയാൻ പരലോകം എന്നതല്ലാതെ മറ്റൊന്നില്ല, വേറെ ഒരു ഉത്തരവുമില്ല. ആ ഉത്തരമാണ് ശരിയായ ഉത്തരം, ആ ഉത്തരമാണ് യാഥാർത്ഥ്യമായ ഉത്തരം. ആ ഉത്തരം അനുഭവിക്കാതെ പോകുന്നവരായി നമ്മളിൽ ഒരാളുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നത് എത്ര സത്യമാണോ അതുപോലെ സത്യമാണ് മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു പരലോകമുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പരലോകമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള ഒരു നന്മ ചെയ്താൽ അതവൻ കാണുന്നതാണ്, അതിന്റെ പ്രതിഫലം അവൻ അനുഭവിക്കുന്നതാണ്. ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളമുള്ള തിന്മ ചെയ്താൽ കാണുന്നതാണ്. കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നവൻ അവന്റെ തൂക്കത്തിലും അളവിലും നീ കുറവ് വരുത്തിയിട്ടുണ്ടോ? എങ്ങോട്ടും പോകാനിരിക്കുന്നില്ല. നീ മറന്നാലും അത് മറക്കാതെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ മറന്നു കളഞ്ഞു, പക്ഷെ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പരലോകത്ത് മരണത്തിന് ശേഷം നിന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയാൻ നീ ബാധ്യസ്ഥനായ ഒരു ലോകം വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. ചില കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യൻ അവന്റെ കാല് മുന്നിലോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. ഹിന്ദുവനും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. എല്ലാവരെയും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു ലോകമുണ്ട്. സത്യമാണ്. ഈ നിമിഷം നീ കണ്ണടച്ചാൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ഇത് സത്യമാണ്, സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ഇത് ഏറ്റവും വലിയ സത്യമാണ്. നിനക്ക് സംശയമുണ്ടോ? നീ ഖുർആൻ എടുത്ത് വായിക്കുക. വിശുദ്ധ ഖുർആൻ നിനക്കത് ബോധ്യപ്പെടുത്തി നൽകും. നീ എത്രയെല്ലാം ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാലും, ഏതെല്ലാം സംഗീതത്തിലും ഏതെല്ലാം ആസ്വാദനങ്ങളിലും നീ ഇത് വിസ്മരിക്കാൻ ശ്രമിച്ചാലും, ഇതൊരിക്കലും നിന്റെ അടുത്ത് വിട്ടുപോകാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ യാഥാർത്ഥ്യം നിന്നെ കണ്ടുമുട്ടുന്നതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻ. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ എന്താണ് ചെയ്തത്, അല്ലാഹു നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളെ, രക്ഷപ്പെടണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരലോകമുണ്ട്. അവിടെ വിജയിക്കാനുള്ള ഏക വഴി ഇസ്ലാമാണ്. ഇസ്ലാം മാത്രമാണ് പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരു വഴി. ചില ആളുകൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയും, എന്താണ് ഇയാൾ ഈ പറയുന്നത്? അവന്റേതു മാത്രം ശരിയെന്ന് പറയുക എന്തൊരു മോശത്തരമാണിത് എന്ന് ചിലർ പറഞ്ഞേക്കാം. ആലോചിച്ച് നോക്കൂ സഹോദര, ഒരാൾ പറയുകയാണ് ഒന്നും കൂട്ടിയാൽ അത് 2. ചെറിയ പ്രായം മുതൽ പഠിച്ച കാര്യമാണ്, യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത കാര്യം. ഒന്നും കൂട്ടിയാൽ എത്ര? 2. ഇവിടെ 5 ആളുകൾ വന്ന് പറയും ഒന്നും കൂട്ടിയാൽ 10 ആണെന്ന് പറഞ്ഞാൽ, ആയിരിക്കട്ടെ, നിന്റെ അഭിപ്രായവും ശരിയെന്ന് പറയാൻ കഴിയുമോ? അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ, ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുമോ?
കടയിലേക്ക് ഒരാൾ കയറി വന്നു, സാധനം വാങ്ങിച്ചു, 10 രൂപയുടെ സാധനം വാങ്ങിച്ചു. 2 രൂപ കയ്യിലേൽപ്പിച്ചിട്ട് അവൻ പറഞ്ഞു ഇത് 10 രൂപയാണെന്ന് പറഞ്ഞാലോ നീ അംഗീകരിക്കുമോ? സമ്മതിക്കില്ല, എനിക്ക് സമ്മതിക്കാൻ കഴിയില്ല. സത്യം ഒന്നാണ്, 2 കാര്യങ്ങൾ സത്യമാവുകയില്ല. ദൈവമുണ്ട് എന്ന് പറയുന്നതും ദൈവമില്ല എന്ന് പറയുന്നതും ഒരേ സമയം എങ്ങനെ സത്യമാകാനാണ്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നതും മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നതും എങ്ങനെ ഒരേ സമയം സത്യമാകും? എങ്ങനെ ഒരേ സമയം സത്യമാകും? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ, എങ്ങനെ അത് സത്യമാകും? എങ്ങനെയെല്ലാം ശരിയാകും? ശരി ഒന്നു മാത്രമാണ്, ഒരൊറ്റൊന്നു മാത്രമാണ്. ഒരാൾ പകലിൽ വന്ന് പറയുകയാണ് ഇതാ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അവന് വേദനിച്ചാലും അവന് പ്രയാസമുണ്ടായാലും അവന്റെ ഫീലിങ്സ് നഷ്ടപ്പെട്ടു പോയാലും അത് സത്യമല്ല. പകലിന്റെ സമയം പകലിന്റേതാണ്, രാത്രിയുടെ സമയം രാത്രിയുടേതാണ്, മാറ്റി പറയാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഇസ്ലാം മാത്രമാണ് ശരി എന്നത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ പഠിപ്പിച്ചു നൽകിയ തെളിവുകളാൽ സ്ഥാപിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. നിനക്ക് സംശയമുണ്ടോ? നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ പഠിക്കുക. നീ ഒരു മുസ്ലിമായ ഒരാളുമായി ചർച്ച ചെയ്യുക, എന്നോട് ചോദിക്കുക, ഇല്ല എന്റെ മതമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ മതമാണ് ശരിയെന്ന് നീ പറഞ്ഞല്ലോ, നമുക്ക് സംസാരിക്കാം. എന്താണ് സഹോദരങ്ങളെ സംസാരിക്കുന്നതിന് തടസ്സമുള്ളത്? എന്താണ് മാന്യമായി ചർച്ച ചെയ്യുന്നതിന്, സംവദിക്കുന്നതിന്, കാര്യങ്ങൾ ശരിയേതാണെന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി പരസ്പരം സംസാരിക്കുന്നതിന് എന്താണ് തടസ്സം? അതെങ്ങനെയാണ് പ്രശ്നമുണ്ടാക്കുക? അതെങ്ങനെയാണ് വർഗീയതയാകുക? അതെങ്ങനെയാണ് പോരാട്ടങ്ങൾ സൃഷ്ടിക്കുക? നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ അതാണ്. കാലങ്ങളോളം മനുഷ്യർ തമ്മിൽ അവരുടെ വിശ്വാസങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ നിലകൊള്ളുന്ന ആദർശം ശരിയാണെന്ന് പരിശോധിക്കണം. മരിച്ചതിന് ശേഷം ഒരു തിരിച്ചുവരവില്ല, ഒരു രണ്ടാമതൊരു അവസരമില്ല. എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇനി ശരിയാക്കുമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദര, പഠിക്കുക, ചിന്തിക്കുക, ശരി ഏതാണെന്ന് അന്വേഷിക്കുക, ആ മാർഗം മുറുകെ പിടിക്കുക, സത്യത്തിന്റെ വക്താവാകുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വകൂനു മഅസ് സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പമാവുക, സത്യത്തിന്റെ മാർഗത്തിൽ അതിനോടൊപ്പം അണിചേരുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അവ്യക്തതകളുണ്ടോ? പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തുക. ആകാശഭൂമികളെ പടച്ചവനെ, എന്നെ പടച്ചവനെ, എന്റെ വാക്കുകൾ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ എനിക്ക് സത്യം ബോധ്യപ്പെടുത്തി തരണം. പ്രാർത്ഥിക്കുക. നീ നിന്റെ സൃഷ്ടാവിനോട് ചോദിക്കുക, അവൻ നിനക്ക് വഴി കാണിച്ചു നൽകും, അവൻ നിന്നെ ശരിയിലേക്ക് നടത്തും. സംശയമില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക്, നമ്മുടെ ഈ ഇഹലോകത്തെ ജീവിതത്തിലും പരലോകത്തിലും നമുക്ക് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് അള്ളാഹു നാം ഏവരെയും നയിക്കുമാറാകട്ടെ. സത്യം ശരിയായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.